ഇത് എങ്ങനെയുണ്ട്? അതിനൊരു കോമഡി ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്തതാണ്. എൻ്റെ ഹൈറ്റ് 180 അപ്പോൾ ഞാൻ എൻ്റെ ഹെൽമെറ്റ് വെച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഹെൽമെറ്റിന് ഒരു 1400 ഗ്രാമുണ്ട്. ഒരു 60 ഞാൻ കോൺസ്റ്റൻറ്റ് പോയെന്ന് വെച്ചോ. കാറ്റ് കറക്റ്റ് എൻ്റെ ഹെൽമെറ്റിൽ അടിച്ചിട്ട് എനിക്ക് ബോബിൾ അടിക്കും. ബോബിൾ എന്ന് പറഞ്ഞാൽ നിന്നെ ഇങ്ങനെ ഇട്ട് പിടിക്കുമെന്നല്ല, ചെറിയ ബഫറ്റിങ് എനിക്ക് ഫീൽ ചെയ്യും. എന്നാൽ ആ 60 ഞാനൊരു 70 80 90 വരെ പുഷ് ചെയ്യുമെന്ന് വെച്ചോ, സ്മൂത്താണ്. നിൻ്റെ ഹെൽമെറ്റ് ലൂസിൻ്റെ അല്ല, കാറ്റ് വരുന്നതിൻ്റെയാണ്. അതായത് നീ 60 പോകുമ്പോഴത്തേക്ക് ആ വിൻഡിന് അത്രയ്ക്ക് സ്പീഡേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടെ കയറിയിട്ട് എൻ്റെ ഹെൽമെറ്റിലോട്ടാണ് വരുന്നത്. അതേസമയം ഞാൻ ആ സ്പീഡിൽ നിന്ന് മേളത്തെ സ്പീഡിലോട്ട് പോകുമ്പോഴത്തേക്ക് വിൻഡ് കുറച്ചുകൂടെ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അത് തട്ടിത്തഴുകി നേരെ മേളോട്ടങ്ങ് പോവാം. അതെൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിലേ അടിക്കുന്നുള്ളൂ. ബാക്കി ആർക്കെങ്കിലും ഇത് പ്രശ്നമുണ്ട്? എൻ്റെ ഹെൽമെറ്റ് മൊത്തം കേൾക്കുന്നു, മുകളിലേ അടിക്കുന്നുള്ളൂ. മുകളിലടിക്കുമ്പോൾ എനിക്ക് അത്രയും ബഫറ്റിങ് വരത്തില്ല. പക്ഷേ എൻ്റെ ഈ ഫ്രണ്ട് ഫേസിലോട്ട് അടിക്കുമ്പോഴാണ് എനിക്ക് ബഫറ്റ് വരുന്നത്. കാരണം ഡയറക്റ്റ് എൻ്റെ ഹെൽമെറ്റിലോട്ട് കാറ്റ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ എയറോഡൈനാമിക് ഷേപ്പ് വെച്ചിട്ട് എനിക്ക് ബഫറ്റ് വരത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ തട്ടിയിട്ട് എൻ്റെ ഇതിലോട്ട് വരുന്ന ഇതാണ്. അപ്പോൾ ഇത് ഒരു ഇവനായിട്ടുള്ള ഒരു എയർ ഫ്ലോ അല്ല, അവിടെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ 90 പോകുമ്പോഴത്തേക്ക് ഷോൾഡറിൻ്റെ ഇവിടെ ഈ ഏരിയയിലോട്ട് നമുക്ക് നന്നായിട്ട് കാറ്റടിക്കും. പക്ഷേ അതിൻ്റെ ഇവിടം ഇത്രയും കവേർഡ് അടിക്കും അത്യാവശ്യം.